بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും ദീനുൽ ഇസ്ലാമിനോട് കൂറുപുലർത്തി തഖ്വയിലും തൗഹീദിലും അധിഷ്ഠിതമായി ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു പറയുന്നു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ. നാമാണ് മനുഷ്യർക്കിടയിൽ അവരുടെ ഇഹലോകത്തിലുള്ള ജീവിതം വിഭജിച്ച് വീതിച്ചു കൊടുത്തിരിക്കുന്നത്. വറഫഅനാ ബഅദഹും ഫൗഖ ബഅദ്. അവരിൽ ചിലർക്ക് മറ്റുള്ളവരെക്കാൾ നാം ഉയർച്ച നൽകിയിട്ടുണ്ട്. ദറജാത്തിൻ ചില പദവികൾ. ലിയത്തഖിദ ബഅദുഹും ബഅദൻ സുഖരിയ. അത് കാരണമായി ചിലർ മറ്റു ചിലരെ പുച്ഛിച്ചു കാണാറുണ്ട്. അതായത് അള്ളാഹു ചിലർക്ക് നിയമത്തുകൾ കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് കിട്ടിയ നിയമത്ത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നാറുണ്ട്. അതിനുവേണ്ടി എന്ന് പറയുമ്പോൾ പരീക്ഷിക്കുന്നതിനു വേണ്ടി ഭൗതികമായ വിഭവങ്ങൾ വ്യത്യസ്ത അളവിലാണ് ലോകത്തെ ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു നൽകിയിരിക്കുന്നത്. ആരോഗ്യം, സമ്പത്ത്, ബുദ്ധി, കുടുംബം, ബിസിനസ്, പദവികൾ, അധികാരം, സ്ഥാനമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് വിഷയം, അതാണ് അടിസ്ഥാന വിഷയങ്ങൾ. ഇത്തരം കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആരും ഇതിൽ തുല്യരല്ല. എല്ലാവർക്കും തുല്യമായി നൽകാൻ അള്ളാഹുവിന് കഴിയാത്തതുകൊണ്ടല്ല. അള്ളാഹു തന്നതാണ് നിയമത്ത് എന്ന് മറക്കുകയും അത് എന്റെയോ കുടുംബത്തിന്റെയോ യോഗ്യതയാണ് എനിക്കുള്ള സ്ഥാനമാനങ്ങളെന്ന് ധരിക്കുകയും ചെയ്ത് അള്ളാഹുവിനെ മറക്കുകയും മറ്റുള്ളവരെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന നിഷേധികൾ ആരാണ് എന്ന് അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിനു വേണ്ടി മാത്രമാണ് അള്ളാഹു ഭൗതിക വിഭവങ്ങളെ വ്യത്യസ്ത അളവിൽ കൊടുത്തത്. ചിലപ്പോൾ ഇന്നുള്ളവന്റെ കയ്യിൽ നാളെ ഇല്ലെന്ന് വരും, ഇന്നില്ലാത്തവന്റെ കയ്യിൽ നാളെ ഉണ്ടായെന്ന് വരും. നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകുന്ന ഭൗതിക വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം മിതത്വം പാലിക്കുന്നവരും ഇസ്ലാമിക നിയമങ്ങളോട് കൂറുപുലർത്തുന്നവരുമായിരിക്കും. ഉള്ളപ്പോൾ ഇല്ലാത്തവരോട് ഔദാര്യം കാണിക്കുന്നവരും ഇല്ലാത്ത സമയത്ത് ഉള്ളവനോട് അസൂയപ്പെടാതിരിക്കുന്നവനുമായിരിക്കണം നമ്മൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളുടെ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കലർപ്പില്ലാത്ത മനസ്സ്. മറ്റുള്ളവരോട് പകവെക്കാതെയും മറ്റുള്ളവരെ പുച്ഛിക്കാതെയും ഒക്കെ ഇരിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ പ്രത്യേകതയാണ്. അള്ളാഹു നമുക്ക് നിഅമത്തുകൾ നൽകിയിട്ടുള്ളത് നമുക്ക് ഏതെങ്കിലും നിലക്ക് മികവ് കാണിക്കാനല്ല, മറ്റുള്ളവർ നമുക്ക് നമ്മുടെ കീഴിൽ ചൊൽപ്പടിയിൽ നിൽക്കാനോ നമ്മുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനോ വേണ്ടിയിട്ടല്ല അള്ളാഹു നമുക്ക് നിയമത്ത് തന്നത്. ചില ആളുകൾക്ക് സമ്പത്തോ അധികാരമോ ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും എൻ്റെ താഴെ നിൽക്കണം, എൻ്റെ കാൽക്കീഴിൽ നിൽക്കണം, എന്നെ കാത്തിരിക്കണം, എന്നെ ഓച്ചാനിച്ച് നിൽക്കണം എന്നൊരു തോന്നലുണ്ടാകാറുണ്ട്. അത് നമുക്ക് യോജിച്ചതല്ല. വമാലി അഹദിന ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ. ഒരാൾക്കും ഒരു നിഅമത്തും അവന്റെ അരികിൽ അവന് ഇപ്രകാരം മറ്റുള്ളവരിൽ നിന്ന് ഏതെങ്കിലും പ്രത്യുപകാരം ലഭിക്കേണ്ടതായിട്ടില്ല.
മറിച്ച് അള്ളാഹുവിൻ്റെ സംതൃപ്തി കരസ്ഥമാക്കുക. ഇല്ലബ്തിഗാഅമറദാത്തില്ല. ഇത് മാത്രമാണ് നമുക്ക് നമ്മുടെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താണെങ്കിലും അത് നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തും, അത് എങ്ങനെ ഉപയോഗിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവൻ നമുക്ക് നൽകിയ നിഅമത്തുകളെ ഉപയോഗിച്ചാൽ അവസാനം എന്താണ്? വലസൗഫ യർള, അള്ളാഹു ഇഷ്ടപ്പെടും. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക എന്നതിനു വേണ്ടി മാത്രമാണ് അള്ളാഹു നമുക്ക് നിയമത്ത് തന്നത്. അതുകൊണ്ട് അത് നേടിയെടുക്കണം. നമുക്ക് ലഭ്യമായിടത്തോളമുള്ള നിയമത്തുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലം നേടിയെടുക്കൽ എങ്ങനെ എന്ന് ചിന്തിക്കുക എന്നതിനപ്പുറത്ത് ഈ നിയമത്തുകൾ കിട്ടാത്തവരോട് അഹങ്കരിക്കുന്ന സ്വഭാവമോ, നിയമത്തുകൾ കിട്ടാത്തവർ നിയമത്തുകൾ ലഭിച്ചവരോട് അസൂയ കാണിക്കുന്ന സ്വഭാവമോ സത്യവിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല. ഈമാനിന് എതിരായ ഒരു ദുർഗുണമാണ് ഹസദ്, അസൂയ എന്നുള്ളത്. അത് കാഫിറുകളുടെയും യഹൂദികളുടെയും നസാറാക്കളുടെയും മുനാഫിക്കുകളുടെയും ലക്ഷണങ്ങൾ വിവരിക്കുന്നിടത്ത് ഖുർആൻ പലയിടങ്ങളിൽ അസൂയയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 109 ആയത്തിൽ കാണാം, വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലി കിതാബിൽപ്പെട്ട യൂത ക്രൈസ്തവരിൽപ്പെട്ട ഭൂരിപക്ഷവും കൊതിച്ചു, ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറ, നിങ്ങൾ നിങ്ങളുടെ ഈമാനിന് ശേഷം അതുപേക്ഷിച്ച് കുഫറിലേക്ക് തന്നെ തിരിച്ചു വന്നിരുന്നെങ്കിൽ, നിങ്ങളൊരു യഹൂദിയോ ക്രിസ്ത്യാനിയോ ഒക്കെ ആയിട്ട് ഈമാൻ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു. അതിന് ആഗ്രഹിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ പക്കൽ നിന്നുള്ള അസൂയ എന്ന നിലക്ക്. അപ്പൊ നമുക്ക് മറ്റൊരാളോട് അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു യഹൂദിയുടെ ദുസ്വഭാവമുണ്ട്, ഒരു മുനാഫിക്കിന്റെ അഹ്ലി കിതാബിന്റെ ദുസ്വഭാവമുണ്ട്, ഒരു കുഫറിന്റെ ചിഹ്നം അവിടെ കിടക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അസൂയകളെ തിരിച്ചറിയാൻ പറ്റും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കുഫാറിന്റെ ലക്ഷണമാണ് അവരുടെ മനസ്സുകളിൽ നിന്നുള്ള അസൂയ കാരണത്താൽ നമ്മളും കുഫറിലേക്ക് മടങ്ങണമെന്ന് ചിന്തിക്കുന്നത്. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ്, അവർക്ക് സത്യം വ്യക്തമായതിനു ശേഷവും പ്രമാണങ്ങൾ ഇസ്ലാമിന്റെ കൂടെയാണ് എന്ന് ബോധ്യമായതിനു ശേഷവും ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള അസൂയ നിമിത്തമാണ് യഹൂദ ക്രൈസ്തവർ മിക്കവാറും ഇസ്ലാമിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നത് എന്നതിന് ചരിത്രം സാക്ഷിയാണ്. സൂറത്തുൽ ബഖറയിലെ 109 ആയത്ത് അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഹൃദയത്തിൽ പക നിറഞ്ഞാൽ അസൂയ വരും. യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആളുകളോട് അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വിഷയങ്ങളിൽ അസൂയ കാണിക്കാറുണ്ട് എന്ന് സൂറത്തു നിസായിലെ 54 ആയത്തിൽ കാണാം. അഹങ്കാരികൾ അസൂയ കാണിക്കുന്നവരായിരിക്കും. ഒരാളുടെ അഹന്ത മറ്റൊരാളോട് അസൂയപ്പെടാനുള്ള കാരണമാകും. ഉദാഹരണത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി നിയോഗിക്കപ്പെട്ടപ്പോൾ അഹംഭാവികളായ മക്കയിലെ മുശ്രിക്കുകൾ, എന്തേ ഞങ്ങൾ ഖുറൈശി ഗോത്രത്തിൽ തറവാടിത്വവും സമ്പത്തുമുള്ള സനാതത്വമുള്ള ആരും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ അള്ളാഹുവിന് റസൂലായി തിരഞ്ഞെടുക്കാൻ? അഹാദല്ലദീ ബഅസല്ലാഹു റസൂല, ഈ ഒരു മനുഷ്യനെയാണോ, അനാഥനായി ജീവിച്ച വ്യക്തിത്വമില്ലാത്ത സമ്പത്തില്ലാത്ത ഒരു മനുഷ്യനെയാണോ അള്ളാഹു റസൂലായി നിയോഗിച്ചത് എന്ന ചോദ്യം മുശ്രിക്കുകൾ ഉന്നയിച്ച് സൂറത്തുൽ ഫുർഖാനിലെ 41 ആയത്തിൽ കാണാം. അപ്പൊ അഹങ്കാരം അത് കാരണമായി ഒരാളിലേക്ക് അസൂയ പ്രത്യക്ഷപ്പെടും. ഇബ്ലീസും അതിനൊരു ഉദാഹരണം. ലോകത്തെ ഏറ്റവും ആദ്യം അസൂയ രേഖപ്പെടുത്തിയ സംഭവം ഇബ്ലീസിൻ്റെതാണല്ലോ. ആദം അലൈഹിസ്സലാമിനെ റബ്ബ് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ഇബ്ലീസ് അതിന് കൂട്ടാക്കിയില്ല. മാ മനാക അല്ലാ തസ്ജുദ ഇത് അമർത്തുക, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്ക് എന്തായിരുന്നു തടസ്സം? നിനക്ക് തടസ്സമായത് എന്തേ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ഇബ്ലീസ് പറയുന്ന മറുപടി, ഖാല അന ഖൈറും മിൻ ഖലഖ്തനി മിൻ നാർ വ ഖലഖ്തഹു മിൻ തീൻ, ഞാൻ അവനേക്കാൾ കൊള്ളാം. എന്നെ നീ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അവനെ നീ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ അഗ്നിയാൽ നേരത്തെ സൃഷ്ടിക്കപ്പെട്ട ഞാൻ പിൽക്കാലത്ത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഒരാളുടെ മുന്നിൽ സുജൂദ് ചെയ്യുകയോ? അഹന്ത വലിയൊരു അസൂയയിലേക്കും ആ അസൂയ അള്ളാഹുവിനെ ധിക്കരിക്കുന്നിടത്തേക്കും, അള്ളാഹു ആദമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അതിനോട് അനുസരണക്കേട് കാണിക്കുന്നിടത്തേക്കും ഇബ്ലീസിനെ എത്തിച്ചേർത്തു. അപ്പോൾ അസൂയ എന്ന് പറയുന്നത്, അസൂയ എന്ന ആ ഒരു തിന്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരുപാട് തിന്മകളിലേക്ക് പടർന്നു പിടിക്കുന്ന, മനുഷ്യനെ അക്രമിയും അതേപോലെ തന്നെ ദുരാഗ്രഹിയും നരകവാസിയും ഒക്കെ ആക്കി തീർക്കുന്ന ഗുരുതരമായ തിന്മകളിലാണ് പണ്ഡിതന്മാർ അസൂയയെ എണ്ണിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയങ്ങൾ മനസ്സിരുത്തേണ്ടത്. ആദം അലൈഹിസ്സലാമിന്റെ 2 മക്കൾ, അവർ രണ്ടാളും
പിതാവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് ഓരോ ബലി അർപ്പിക്കുകയുണ്ടായി. എങ്ങനെയാണ് ബലി സ്വീകരിക്കപ്പെടുക? അതിലൊരാളുടെ ബലി സ്വീകരിച്ചതിന്റെ അടയാളം പ്രത്യക്ഷമായി, ഒരാളുടെ ബലി സ്വീകരിച്ചില്ല എന്ന് ബോധ്യമായി. ഒരടയാളം പറഞ്ഞിരുന്നു, ഈ അടയാളം ഉണ്ടെങ്കിൽ അയാളുടെ ബലി സ്വീകരിച്ചതായിട്ട് കണക്കാക്കണം. അപ്പോൾ ഒരാളിൽ ആ അടയാളം കണ്ടു. അതായത് ആദം അലൈഹിസ്സലാമിന്റെ ഒരു മകന്റെ ഹാബീലിന്റെ ബലി സ്വീകരിക്കപ്പെട്ടു, ഹാബീലിന്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ല. ഇത് ഹാബീലിന് അസൂയ ഉണ്ടാകാൻ കാരണമായി. നേരത്തെ ആദമിനോട് അസൂയ വെച്ച് പുലർത്തിയ ഇബ്ലീസ് ആകട്ടെ ഹാബീലിൽ ആ അസൂയ വളർത്തിക്കൊണ്ടുവന്നു. അവർക്കിടയിലുണ്ടായ പ്രശ്നത്തെ പ്രതിപാദിക്കുന്നിടത്ത് ഖുർആൻ കൃത്യമായി ഇന്നമാ യതഖബ്ബലു മിനൽ മുത്തഖീൻ, തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്തു. ഹാബീലിന് തഖ്വ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അയാളുടെ ഖുർബാൻ സ്വീകരിക്കാതെ പോയത്. ഹാബീൽ മുത്തഖിയായിരുന്നു, അദ്ദേഹത്തിന്റെ ബലി അള്ളാഹു സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ പുണ്യപ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചു. ഇത് അവരെ എവിടെ എത്തിച്ചു? ലഇൻ ബസത്ത ഇലയ്യ യദക ലിയഖ്തുലനി മാ അന ബിബാസിത്തിൻ യദി ഇലൈക ലിയഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈ ഉയർത്തിയത്, തീർച്ചയായിട്ടും നിനക്കെതിരെ ഞാൻ എന്റെ കൈ ഞാൻ ഉയർത്തിയിട്ടില്ല. എനിക്ക് അള്ളാഹുവിനെ ഭയമുണ്ട്, അതുകൊണ്ട് നിന്നെ കൊല്ലാൻ ഞാൻ കൈ ഉയർത്തുകയില്ല എന്നാണ് ആദം അലൈഹിസ്സലാമിന്റെ മകൻ പറഞ്ഞത്. അസൂയ എവിടെ എത്തിച്ചു? കൊലപാതകത്തിലേക്ക് എത്തിച്ചു. അപ്പൊ അസൂയയുടെ പിന്നാലെ ഗുരുതരമായ തിന്മകളും കുറ്റകൃത്യങ്ങളും ഉണ്ടാകാനിടയുള്ളത് കൊണ്ട് ചെറിയ രൂപത്തിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ അസൂയ വളരാതിരിക്കാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ പിതാവ് എത്ര നല്ല മനുഷ്യനാണ്. സ്വാഭാവികമായും അത്തരമൊരു കുടുംബത്തിൽ വളരുന്ന മറ്റു മക്കളും അങ്ങനെ തന്നെ ആയിരിക്കണം. ശരിയാണ്, ചരിത്രം പരിശോധിച്ചാൽ അവരും നന്മയുള്ളവർ തന്നെയാണ്. എന്നാലും അസൂയ ഇബ്ലീസ് അവരുടെ ഹൃദയത്തിലേക്ക് കൊത്തിവെച്ചപ്പോൾ ഒരു സഹോദരനെ, സ്വന്തം പിതാവിന്റെ രക്തത്തിൽ പിറന്ന ആ ഒരു സഹോദരനെ കൊന്നുകളയണമെന്ന ചിന്ത സ്വന്തം സഹോദരന്മാർക്കുണ്ടായി. അസൂയയാണ് കാരണമായി വർദ്ധിച്ചത്. ഉഖ്തുലു യൂസുഫ്, യൂസുഫിനെ നിങ്ങൾ കൊന്നുകളയണം. അവിത്രഹൂഹു അർളൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ നിങ്ങൾ അവനെ ഉപേക്ഷിച്ചേക്കണം. യഖ്ലു ലക്കും വജ്ഹു അബീക്കും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യുക, പിന്നെ നമുക്ക് നന്നായിട്ട് ജീവിക്കാം. അങ്ങനെ വാപ്പായിൽ നിന്ന് അവന്റെ ശല്യം ഒഴിവാക്കട്ടെ. കാരണം വാപ്പാക്ക് യൂസുഫ് അലൈഹിസ്സലാമിനോട് കുറച്ചധികം സ്നേഹമുണ്ട് എന്ന തോന്നൽ സഹോദരന്മാർ അദ്ദേഹത്തോടുള്ള സഹോദരന്മാരിൽ അദ്ദേഹത്തോടുള്ള അസൂയ വർദ്ധിക്കാൻ കാരണമാവുകയും അദ്ദേഹത്തെ കൊല്ലാൻ തന്നെ അവർ തുനിഞ്ഞു. അള്ളാഹുവിന്റെ നിയമത്ത് കാരണം അവർ കൊന്നില്ല, ഒരു കിണറ്റിലിട്ട് പോരാണ് ചെയ്തത്. അവിടുന്ന് രക്ഷപ്പെടുത്തിയ ചരിത്രം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരു മനുഷ്യനെ അസൂയ എങ്ങനെയാണ് ക്രൂരകൃത്യങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതിന്റെ അടയാളമായി നമുക്കിത് കാണാൻ സാധിക്കും. അസൂയക്കാര് പിശുക്കന്മാരായിരിക്കും. എനിക്ക് അള്ളാഹു സമ്പാദ്യം തന്നിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും ആരോഗ്യമോ നേട്ടമോ തന്നിട്ടുണ്ടെങ്കിൽ, അതില്ലാത്ത ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാനത് കൊടുത്തിട്ട് ഒന്നുകിൽ അവൻ എന്നെ പോലെയാകും, അല്ലെങ്കിൽ എന്നേക്കാൾ മെച്ചപ്പെട്ടവനാകും. എന്റെ സമ്പത്തെടുത്ത് അവൻ എന്നെപ്പോലെയോ എന്നേക്കാൾ മെച്ചപ്പെട്ടവനോ ആകണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും എന്താണ് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ മെനക്കെടില്ല. അസഹിഷ്ണുതയും സങ്കുചിതത്വവും പിശുക്കുമെല്ലാം അസൂയയുടെ അനന്തരഫലമായി കടന്നുവരും എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് കാണാനായിട്ട് സാധിക്കും. അസൂയക്കാരൻ എപ്പോഴും ഞാൻ തന്നെ നേതാവായിരിക്കണമെന്ന് ചിന്തിക്കും. നേതൃത്വത്തോടുള്ള ഒരു താല്പര്യം. എൻ്റെ കയ്യിൽ ആളുകളുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്. ആ അധികാരം എപ്പോഴും ഇങ്ങനെ നിലനിർത്തി അധികാരമില്ലാത്തവരെ അടക്കി ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ പദവിയും സ്ഥാനവും അത് ദുനിയാവിൽ വലുപ്പം കാണിക്കാനും മേനി കാണിക്കാനുമുള്ള ഒരവസ്ഥയായിട്ട് മാറ്റും. സത്യത്തിൽ അങ്ങനെയുള്ളവർക്ക് അല്ലാഹു സ്വർഗം പോലും നിശ്ചയിച്ചിട്ടില്ല. തിൽക ദാറുൽ ആഖിറ, ആ പാരത്രിക ഭവനം, നജഅലുഹ, അത് നാം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദി വലാ ഫസാദ. ദുനിയാവിലെ ഔന്നത്യമോ ഇവിടെയുള്ള ഭൗതികമായ ഉയരമോ കുഴപ്പമോ ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് മാത്രമാണ് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയത് സൂറത്തുൽ ഖസസിൽ കാണാം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് ശുഭപര്യവസാനം. അസൂയ ദുനിയാവിൽ ജാട കാണിക്കുന്നിടത്തേക്കും തഖ്വ നഷ്ടപ്പെടുത്തുന്നിടത്തേക്കും ഒരു മനുഷ്യനെ എത്തിക്കും. ഏറ്റവും പ്രധാനമായി അസൂയക്കാരൻ മറ്റുള്ളവരെ കളിയാക്കും, പുച്ഛിക്കും, പരിഹസിക്കാൻ പാടില്ല. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന്റെ സഹോദരനാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ അൽ മുസ്ലിമു അഖുൽ മുസ്ലിം എന്നിങ്ങനെയാണ് പാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. സഹോദരങ്ങളാണ്, പരസ്പരം സഹോദരങ്ങളായിരിക്കണമെങ്കിൽ, ആ സാഹോദര്യം നിലനിർത്തണമെങ്കിൽ പഠിപ്പിക്കപ്പെട്ട കൽപ്പനകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങൾ പരസ്പരം വഞ്ചിക്കാൻ പാടില്ല എന്നതോടൊപ്പം വലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, പരസ്പരം പക വെക്കരുത്.
ഇതൊക്കെ നിങ്ങൾക്കിടയിൽ എന്താണ് സാഹോദര്യം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള കൽപ്പനയാണ് ഇതെന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് മുസ്ലിം സഹോദരൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് എന്ന് പഠിപ്പിക്കുന്നിടത്ത് നിങ്ങൾ പരസ്പരം അസൂയപ്പെട്ടുകൂടാ. അപ്പൊ സഹോദര്യം നഷ്ടപ്പെടും. സഹോദരന്മാർക്കിടയിൽ ഉണ്ടാകാൻ പറ്റിയൊരു സംഗതിയല്ല അസൂയ. അറിഞ്ഞും അറിയാതെയും അസൂയ വരുമ്പോൾ എനിക്ക് ഇന്ന കാരണം കൊണ്ട് ഇന്ന സഹോദരനോട് അസൂയ ഉണ്ടായി. സമ്പത്തുള്ളവർ തമ്മിൽ, ആരോഗ്യമുള്ളവർ തമ്മിൽ, അറിവുള്ളവർ തമ്മിൽ അസൂയ ദുനിയാവിൽ അള്ളാഹു നൽകിയ ഏതൊരു നിയമത്തിന്റെ പേരിലും അത് തന്നേക്കാൾ കൂടുതൽ കിട്ടിയവരോട് അസൂയപ്പെടുക എന്നുള്ളത് വ്യാപകമായി നാം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയുസീബു ഉമ്മത്തി ദഅൽ ഉമം, സമുദായങ്ങളുടെ രോഗം അത് എന്റെ ഉമ്മത്തിനെ ബാധിക്കുക തന്നെ ചെയ്യും. ഖാലു, സ്വഹാബികൾ ചോദിച്ചു, യാ നബിയല്ലാഹ് വമാ ദാഉൽ ഉമം, സമുദായങ്ങളുടെ രോഗം എന്ന് പറയുന്ന രോഗം എന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൽ അശ്റു വൽ ബത്ർ വത്തകാസുറു വത്തനാഫുസു ഫിദ്ദുനിയ, ദുനിയാവിൽ അഹങ്കാരിയും ധിക്കാരിയുമായിരിക്കുക, പരസ്പരം ദുനിയാവിന്റെ നേട്ടങ്ങളിൽ പെരുമ നടിക്കുക, ദുനിയാവിൽ പരസ്പരം മത്സരിക്കുക, വത്തബാഗുദു വത്തഹാസുദു, പരസ്പരം പകവെക്കുകയും അസൂയ വെക്കുകയും ചെയ്യുക, ഹത്താ യകൂനൽ ബഗ്യു സുമ്മൽ ഹർജു, പിന്നീട് അതിക്രമവും അതിന്റെ പിന്നാലെ കൊലപാതകവും നടക്കാൻ അത് കാരണമായി തീരും. ഈ തരത്തിൽ പകയും അസൂയയും വളരുക എന്നുള്ളതാണ് ദാഉൽ ഉമം, ലോകത്തുള്ള എല്ലാ സമുദായങ്ങളെയും ഗ്രസിച്ചിരിക്കുന്ന ഒരു രോഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറയാണ്, യാ ബുനയ്യ ഇയ്യാക വൽ ഹസദ്, പൊന്നുമോനെ നീ ഹസദിനെ സൂക്ഷിക്കണം. ഫൈനഹു യതബയ്യനു ഫീക് ഖബല അൻ യതബയ്യന ഫീ അദുവിക്, അത് തീർച്ചയായിട്ടും വെളിപ്പെടുന്നത് നിന്റെ ശത്രുവിൽ വരുന്നതിന് മുമ്പ് നിന്നിൽ തന്നെ ആയിരിക്കും. നിനക്ക് അസൂയ പ്രത്യക്ഷമാകുന്നതിന് നീ നന്നായി സൂക്ഷിക്കണം. അസൂയയുടെ ചിഹ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അസൂയക്കാരൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സദസ്സിൽ അവന്റെ അസൂയ അവന്റെ അധമ വികാരങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടും. നമ്മളൊരു സദസ്സിലിരിക്കുമ്പം അസൂയപ്പെടുന്ന ഒരുത്തൻ മാന്യത കാണിക്കൂല. ഒരാൾ സലാം പറഞ്ഞാൽ മടക്കൂല. ഒരാൾക്ക് ഒരു സദസ്സിൽ ഇരുന്ന് ഈ വിശാലത കാണിക്കാൻ സ്ഥലസൗകര്യമൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമേ വിശാലമായിട്ടിരുന്നു, മറ്റൊരുത്തനോട് അവൻ എന്നെപ്പോലെ സൗകര്യത്തിരിക്കണം, അവനേക്കാളും നിലവാരം കുറഞ്ഞ, അവന് വേണ്ടി ഒതുങ്ങിയിരുന്ന് ഓർക്കൂല. അങ്ങനെ ഒരു സദസ്സിൽ എന്തു മര്യാദയാണോ പാലിക്കേണ്ടത് അത് പാലിക്കാതിരുന്നാൽ ആ സദസ്സിലെ എല്ലാവരുടെ മനസ്സിലും ഇവൻ കൊള്ളരുതാത്തവനായിരിക്കും. അത് മനസ്സിലാക്കാൻ അസൂയക്കാരന് കഴിയില്ല. നിലവാരം തകർന്നു പോകും. ഒരസൂയക്കാരൻ അവനിരിക്കുന്ന സദസ്സുകളിലെല്ലാം നിലവാരം തകർന്നു പോകുമെന്ന് പൂർവികർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്വസ്ഥത വളരും. വേറൊരാൾക്ക് നന്മയുണ്ടാകുന്നവന് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ മനസ്സിൽ അനാവശ്യമായ അസ്വസ്ഥതയും ഉറക്കമില്ലായ്മയും ഒക്കെ കടന്നുവരും എന്നുള്ളത് വെപ്രാളം കാണിക്കുന്ന ഒരു സ്വഭാവം. ഇതൊക്കെ അസൂയക്കൻ അവസാനം അവനെ കാത്തിരിക്കുന്ന നരകാഗ്നിയുമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അസൂയയിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ എന്ന് പൂർവികർ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇയ്യാക വൽ ഹസദ്, നീ അസൂയയെ സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ യംനഉ ഖബൂലൻ നസീഹതി ഔ ബദലഹു, അസൂയ എന്ന് പറയുന്നത് ഉപദേശം സ്വീകരിക്കാനും ഉപദേശം നൽകാനും തടസ്സം നൽകും. അത് ദീനിന്റെ വിഷയമാണെങ്കിലും ശരി, ദുനിയാവിന്റെ വിഷയമാണെങ്കിലും ശരി. ഒരാൾ നമ്മളോടൊരു കാര്യം ചോദിച്ചാൽ, നമുക്ക് അറിവുള്ള ഒരു വിഷയത്തിൽ ചോദിച്ചാൽ അസൂയക്കാരൻ കൃത്യമായ മറുപടികൾ നൽകുകയില്ല. ചിലപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഈ വാച്ച് എവിടെ നിന്ന് കിട്ടിയതാണ്, അയാൾക്ക് അതുപോലത്തെ ഒരു വാച്ച് വാങ്ങും. എന്നിട്ട് നാളെ അതേപോലത്തെ വാച്ചും കിട്ടി അവൻ വരും, ഇപ്പം എൻ്റെ കയ്യിൽ മതി ഈ വാച്ച്, കട ഞാൻ മറന്നുപോയി, ഓർക്കുന്നില്ല, പറയില്ല. ഒരു ഉപദേശം ചെറിയ വിഷയത്തിൽ പോലും പറയില്ല, വലിയ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ അസൂയക്കാരന്റെ ഒരു സ്വഭാവമാണെന്ത്, ഒരാളൊരു ഉപദേശം വെച്ചാൽ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കൂല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൃത്യമായി സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അസൂയക്കാരന്റെ ഒരു ദുസ്വഭാവമാണ്. നമ്മോട് ഒരാളൊരു കാര്യം ചോദിച്ചാൽ, ഒരു വഴി ചോദിച്ചാൽ പോലും മര്യാദയ്ക്ക് പറഞ്ഞു, മുഖത്ത് നോക്കാതെ അവ്യക്തമായ രൂപത്തിലാണ് ഒരു വഴി ചോദിച്ചാൽ, എന്താ നല്ല നിലക്ക് വളരെ ആശ്വാസത്തോട് ഒരു പുണ്യം ചെയ്യുന്ന കൂലിയല്ലേ നമുക്ക് കിട്ടുന്നത്. ഒരാൾക്ക് വഴി കാണിച്ചു കൊടുത്ത എത്ര വലിയ പ്രതിഫലമാണ്. എന്താണ് ഒരു 2 സെക്കൻഡ് 2 മിനിറ്റ് അയാൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ, എന്നിട്ട് അയാൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഇത് പറഞ്ഞോന്ന് ചോദിച്ചാൽ പറയും ചെയ്ത് അയാൾക്കൊട്ട് മനസ്സിലായതുമില്ല. അസൂയക്കാരൻ ഇങ്ങനെയാണ്, ഒന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ തന്റെ കയ്യിലുള്ള അറിവ് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടാൻ പാടില്ല. എന്റെ അറിവ് കൊണ്ടുള്ള നേട്ടങ്ങൾ എനിക്ക് മാത്രം കിട്ടണം എന്നൊരു ചിന്ത ഒരാളിൽ ഉണ്ടായാൽ അത് അയാൾ അസൂയക്കാരനാക്കി ഹാസിദാക്കി മാറ്റും. ഹാസിദിന്റെ അടുത്ത സ്റ്റെപ്പ് കാഫറാണ്, അവൻ കുഫറിന്റെ ആളായിട്ട് മാറുക എന്നുള്ളതാണ്. നന്നായി സൂക്ഷിക്കണം. ഹസനുൽ ബസരി അദ്ദേഹം പറഞ്ഞു, അൽ മുഅ്മിനു യഗ്ബിതു വൽ മുനാഫിഖു യഹ്സുദു, സത്യവിശ്വാസിക്ക് ഗബ്തത്തുണ്ടാകും, സന്തോഷമുണ്ടാകും. മുനാഫിഖിന് അസൂയയുണ്ടാകും. ഒരാൾക്ക് ജീവിതത്തിൽ ഒരു നേട്ടം കിട്ടിയാൽ, അയാളുടെ ഒരു കാര്യം നടന്നത്, കല്യാണം ശരിയായി,
അല്ലെങ്കിൽ ബിസിനസ് ഒന്ന് പുരോഗമിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ജോലി കിട്ടി, നേട്ടമുണ്ടായി, ജീവിതത്തിൽ കുഞ്ഞുണ്ടായി, അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം സഹോദരൻ നടന്നാൽ മുനാഫിക്കാണ് അത് അറിയുന്നതെങ്കിൽ അയാൾക്ക് അസൂയുണ്ടാവും. അവൻ അങ്ങനെ ഉണ്ടാകേണ്ടിണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ അവന് വേണ്ടിയിരുന്നു, ഒരു സങ്കടം ഉണ്ടാകേണ്ടിയിരുന്നു. നല്ല രീതിയിൽ തന്റെ സഹോദരനിൽ ഒരു കാര്യം പൂർത്തീകരിച്ചു എന്നറിയാൻ അസൂയക്കാരൻ ഇഷ്ടപ്പെടുകയില്ല. നേരെ മറിച്ച് ഒരു സത്യവിശ്വാസിക്ക് ഗബ്തത്തുണ്ടാകും. അസൂയയുടെ നേരെ വ്യത്യസ്തമായൊരു സ്വഭാവമാണ്. ഗബ്തത്തെന്ന സന്തോഷം, മറ്റുള്ളവർക്ക് നേട്ടമുണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. നമുക്ക് അസൂയയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതിനൊരു തെളിവെന്താണെന്നറിയാം. ഒരാൾക്കൊരു ഹയറായി, ചിലപ്പോൾ നമ്മളെക്കാൾ മെച്ചപ്പെട്ട, ഇന്നലെ വരെ നമ്മളെ താഴെ നിന്നൊരാളായിരിക്കും ദുനിയാവിൽ ഭൗതികമായിട്ട്, ഇന്ന് അയാൾ ഒരു മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിയത് നമ്മുടെ കണ്ണിൽ പെടുമ്പോൾ അൽഹംദുലില്ലാ, എൻ്റെ ഒരു സഹോദരന് അള്ളാഹു ഈ ഒരു നിഅമത്ത് നൽകിയല്ലോ. ഗബ്തത്ത്, മറ്റൊരാൾക്ക് ഗുണമുണ്ടായാൽ അതിൽ സന്തോഷിക്കുക എന്നുള്ളത് അസൂയയിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഒരു അടയാളമായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ടത് എന്താണ്? മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ആത്മാർത്ഥമായ സന്തോഷം വേണം. അസൂയ ഉണ്ട് എന്നുള്ളൊരു അടയാളം എന്താണ്? മറ്റുള്ളവർക്കൊരു ഹൈറുണ്ടായിട്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സന്തോഷമില്ല. എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടായപ്പോൾ എനിക്ക് സന്തോഷം വരുന്നില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസൂയക്കാരൻ്റെ ഒരു നോട്ടം പോലും, അത് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ വിശദീകരിക്കാം. ഉള്ളിൽ അസൂയ കൊണ്ട് നടക്കുന്നവൻ തൻ്റെ ഒരു സഹോദരനെ നോക്കിയാൽ ആ നോട്ടം കൊണ്ട് അയാളെ തള്ളിയിടാനും ചിലപ്പോൾ കൊന്നുകളയാനും വരെ സാധിക്കും. ഒരു സ്വഹാബിയിൽ അത് സംഭവിച്ചു. അദ്ദേഹം തന്റെ സഹോദരൻ കുളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊലിയിലേക്കൊന്ന് നോക്കിയതേ ഉള്ളൂ. സഹീഹ് മുസ്ലിമിൽ കാണാം. ആ നോക്കേണ്ട താമസം എന്താണ്? അദ്ദേഹം ബോധരഹിതനായി നിലംപതിച്ചു. ആ ഒരു നോട്ടം, അസൂയക്കാരന്റെ നോട്ടം കണ്ണേറായി മാറും. അലായിനു ഹഖുൻ, കണ്ണേറ് സത്യമാണ് എന്ന് പറഞ്ഞു. മറിച്ച് ഒരാളിൽ ഒരു നേട്ടമുണ്ടായാൽ ഇതെത്ര മനോഹരമായ ഒരു ശരീരം, എത്ര സുന്ദരനാണ് നീ എന്ന് പറയുന്നതിന് പകരം അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നബി വിശ്വാസം പഠിപ്പിച്ചു. രണ്ട് കാര്യങ്ങളാണ് ആ സ്വഹാബിയോട് നബി ചോദിച്ചത്. നീ നിന്റെ സഹോദരനെ കൊന്നുകളയുകയാണ്. കണ്ണീറിന്റെ പേരിലാണ് ചോദിച്ചത്. ഒരാൾ സുന്ദരനായ ഒരു വ്യക്തിയെ നോക്കിയിട്ട് എന്ത് നല്ലൊരു തൊലിയാണ് നിനക്ക് എന്ന് പറഞ്ഞപ്പോഴേക്ക് അയാൾ ബോധം കിട്ടുപോകും. ആ നല്ല തൊലിയില്ല, സംഭവിക്കാവുന്നതാണ്. കണ്ണീർ കാരണം ആരോഗ്യം ക്ഷയിക്കാനും സൗന്ദര്യം നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാധ്യത പ്രത്യേകിച്ചും ചെറിയ കൊച്ചുകുട്ടികൾക്കിടയിലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാൻ ഹറാമിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനു പകരം പരസ്പരം ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിനക്കവന് ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൂടായിരുന്നു? നിന്റെ സഹോദരനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ച നബി, നിനക്കവന് ബറക്കത്തിനു വേണ്ടി ഹല്ലാ ബറക്തലഹു, നിനക്കവന് വേണ്ടി ബറക്കത്തിന് പ്രാർത്ഥിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു ഹൈറുണ്ടായാൽ ബാറക്കല്ലാഹു ഫീക്ക്. ഒരാളെ തോട്ടത്തിൽ കയറി, അയാളുടെ തോട്ടത്തിൽ ഇഷ്ടം പോലെ വിളവുകളുണ്ട്, അയാൾക്ക് ഇഷ്ടം പോലെ ഫലങ്ങളും കായ്ച്ചിട്ടുണ്ട്. അയാൾ അഹന്തയോടുകൂടി ആ തോട്ടത്തിൽ കയറി റബ്ബിനെ മറന്നു. ഈ തോട്ടം ഒരിക്കലും നശിക്കുകയില്ലെന്നും പരലോകം തന്നെ ലോകമൊരിക്കലും അവസാനിക്കുകയില്ലെന്നും എന്നും ഞാൻ ഈ തോട്ടം മുതലാളിയായിരിക്കുമെന്നും കരുതിയപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചോദിക്കുന്നു, ലൗലാ ഇത്തഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹു വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തുകൊണ്ട് നിന്റെ തോട്ടത്തിലേക്ക് കയറിയപ്പോൾ നീ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല? അള്ളാഹു ഉദ്ദേശിച്ച നിയമത്താണ് എനിക്ക് കിട്ടിയത് എന്ന് പറയേണ്ടതിന് പകരം അയാൾ പറഞ്ഞു ഇതൊരിക്കലും നശിക്കൂല എന്നാ എന്റെ വിചാരം. സെക്കൻഡുകൾ കൊണ്ട് ആ തോട്ടം ഒന്നാകെ അള്ളാഹു കത്തിച്ചു കളഞ്ഞു. അവൻ രണ്ട് കൈകളും പിറ്റേന്ന് പുലർച്ചെ മലർത്തേണ്ട ഒരു ഗതി. പന്തലോടുകൂടി ആ തോട്ടത്തിലെ വിളവുകളെല്ലാം പൊളിയുകയും തീക്കാറ്റുകൾ വന്നത് കരിഞ്ഞു പോവുകയും ചെയ്തത് സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഓതിയിട്ടുണ്ടാവും. അസൂയ ഒരു മനുഷ്യനെ എത്തിക്കുന്ന അവസ്ഥ എന്തായിരിക്കും? അസൂയയില്ലാത്ത മുഅ്മിന്റെ വർത്താനം എന്താണ്? മാഷാ അല്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഹൈറുകളിൽ മാഷാ അല്ലാഹ് എന്ന് പറയണം, മറ്റുള്ളവർക്ക് വേണ്ടി ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അസൂയ എന്ന കുഫറിന്റെ വികാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, ഹൃദയം ശുദ്ധീകരിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസികും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോട് വസീയത്ത്. അസൂയയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങളിൽ അസൂയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ. രണ്ട് കാര്യങ്ങളിൽ അസൂയ കുഴപ്പമില്ല, രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല. ആ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് അസൂയ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആ രണ്ട് കാര്യങ്ങളിലാണ് അസൂയ വേണ്ടത്. അസൂയ ഏതർത്ഥത്തിലുള്ള അസൂയ? അവനെപ്പോലെ എനിക്കും ഉണ്ടാകണം, അല്ലെങ്കിൽ അവനേക്കാൾ മികച്ച രീതിയിൽ അവനോട് മത്സരിക്കാനോ വലിയ ആളാവാനോ ദുനിയാവ് ലക്ഷ്യം വെച്ചല്ല, പരലോകം ലക്ഷ്യം വെച്ച് എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവേ നിന്റെ മാർഗ്ഗത്തിൽ ഞാൻ സദഖ കൊടുക്കും. ആ ആത്മാർത്ഥമായ ആഗ്രഹം. മുനാഫിക്ക് അങ്ങനല്ല.
അവന് സമ്പത്തുണ്ടെങ്കിൽ കൊടുക്കാന്ന് പറയും. സമ്പത്ത് അള്ളാഹ് കൊടുത്താൽ അവൻ പിശുക്കനാവും. അതാ മുനാഫിക്കിന്റെ സ്വഭാവം. സൂറത്ത് തൗബയിൽ പറഞ്ഞിട്ടുണ്ട്. സ്വത്ത് കിട്ടിയാൽ അവനെന്ത് ചെയ്യും? അവൻ പറയും സ്വത്ത് കിട്ടിയാൽ ഞാൻ ഒരുപാട് തരും. സ്വത്ത് അള്ളാഹു കൊടുത്തു നോക്കുമ്പോഴോ അവൻ പിശുക്ക് കാണിക്കുക, ആർക്കും കൊടുക്കൂല. അതാ മുനാഫിക്ക്. മുഅ്മിൻ അങ്ങനെയല്ല. സ്വത്തുണ്ടെങ്കിൽ സദഖ കൊടുക്കാമെന്ന് വിചാരിക്കുന്നവൻ അള്ളാഹുവിന് സ്വത്ത് കൊടുത്താൽ അടുത്തൊരു സമയത്തേക്ക് മാറ്റിവെക്കാതെ അപ്പോൾ തന്നെ അവൻ സദഖകൾ നൽകും, പാവങ്ങൾക്ക് കൊടുക്കും എന്നുള്ളതാണ്. അസൂയപ്പെടാവുന്ന ഒരു വിഷയമാണ് സദഖ. നന്നായി സദഖ കൊടുക്കുന്ന സഹോദരങ്ങൾ നമുക്കുണ്ടെങ്കിൽ, നമ്മളെക്കാളും കുറഞ്ഞവൻ, കുറഞ്ഞ സ്വത്തുള്ളവൻ നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സദഖ കൊടുക്കുന്നുണ്ടായിരിക്കും. അവരെപ്പോലെ കൊടുക്കാനും അവരെക്കാൾ കൂടുതൽ കൊടുക്കാനും റബ്ബിന്റെ തൃപ്തി നേടാനുമുള്ള ഒരു നിലക്ക്, ആ നിലക്കുള്ള അസൂയ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. റജുലുൻ ആതാഹുല്ലാഹു മാലൻ, ഒരു മനുഷ്യൻ അല്ലാഹു ധനം നൽകി. ഫസല്ലത്തഹു അലാ ഹരകതിഹി, ആ ധനം ചെലവഴിക്കാനുള്ള അധികാരവും നൽകി. ഫിൽ ഹഖിൽ, അയാളോട് നമുക്ക് അസൂയപ്പെടാം. വറജുലുൻ, രണ്ടാമതൊരു മനുഷ്യൻ ആതാഹുല്ലാഹു ഇൽമൻ, അല്ലാഹു അയാൾക്ക് അറിവ് നൽകി. അറിവുണ്ടെന്ന് മാത്രമല്ല ഫഹുവ യഅമലു ബിഹി, ആ അറിവനുസരിച്ച് അയാൾ അമല് ചെയ്യും. മാത്രവുമല്ല വയുഅല്ലിമുഹുന്നാസ്, ആ അറിവ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ഒരാളെ പോലെ എനിക്ക് അറിയാനും അറിയുന്നത് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനും അറിയാത്ത ആളുകൾക്ക് അത് ആത്മാർത്ഥമായി പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഒരു മത്സരത്തിന്റെ വഴി കൂടിയാണ്. അസൂയയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അസൂയയുടെ അപകട പ്രത്യാഘാതങ്ങൾ ഇത്രയൊക്കെ എന്ന് ആദ്യം മനസ്സിലാക്കണം. അസൂയക്കാരൻ അള്ളാഹുവിന്റെ അരികിൽ തരിമ്പും വിലയില്ലാത്തവനും ഇബ്ലീസിന്റെ സേനയിൽപ്പെട്ടവനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ വിധി അനുസരിച്ചല്ലാതെ ഈ ലോകത്തൊരു കാര്യവും നടക്കുന്നില്ല. ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ, അള്ളാഹു കണക്കാക്കി, അവനുദ്ദേശം പ്രവർത്തിച്ചു. അവൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തുമുള്ളൂ. വേറൊരാൾ അസൂയപ്പെട്ടുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ല. നമ്മുടെ പരലോകം നഷ്ടപ്പെടുക എന്നല്ലാതെ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യണം. നമുക്ക് ആരോടെങ്കിലും അസൂയ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കതറിയാമല്ലോ, റബ്ബിനോട് റബ്ബെ എനിക്ക് മാപ്പ് നൽകണേ എന്ന് നമ്മൾ പറയണം. ഒരാളോടുള്ള അസൂയ കാരണം അയാൾക്കുള്ള എന്തെങ്കിലും ഒരു ഖൈറിനെ തടയുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്തിരിയുകയും അത് നമ്മൾ പൊരുത്തപ്പെടുകയും എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വിധിവിശ്വാസം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ഈ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ നിഅമത്ത് അത് അള്ളാഹുവിനോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. പുരുഷന്മാർക്ക് പ്രവർത്തിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവർ പരാതി പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാർ യുദ്ധം ചെയ്യുന്നു, ഞങ്ങൾക്കങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അർരിജാലു യഹ്സൂൻ, നേരെ മറിച്ച് ഞങ്ങളാണെങ്കിലോ ഇന്നനാ ലാ നഗ്സൂ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ തതമന്നൂ മാ ഫദ്ദല, അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുത്തത് വലാ തതമന്നൂ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദി, ചിലർക്ക് ചിലരെക്കാൾ ഫദ്ൽ അല്ലാഹു കൊടുത്തിരിക്കും. അതിൽ നിങ്ങൾ എന്താണ് അനാവശ്യമായി വ്യാമോഹം പ്രകടിപ്പിക്കരുത്. നിങ്ങൾക്കുള്ളതിൽ നിന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവർക്കുള്ളത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. വ്യാമോഹങ്ങൾ നിങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് ആ സ്ത്രീകൾക്ക് മറുപടി കൊടുത്തു. ലിരിജാലി നസീബും മിമ്മ ഇക്തസബു വലിനിസാഇ നസീബും മിമ്മ ഇക്തസബൻ, പുരുഷന്മാർക്ക് അവർ അധ്വാനിച്ചതിന്റെ വിഹിതം അവർക്കുണ്ട്, സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതിന്റെ വിഹിതം അവർക്കുമുണ്ട്. അനന്തരാവകാശം വേർതിരിക്കുമ്പോഴും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹു അവർക്ക് യോജിക്കുന്ന വിധത്തിലുള്ള അളവുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, നമ്മൾക്ക് ഒരു അനുഗ്രഹം വേണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്തേ നീ കൊടുത്തു എന്ന് ചോദിക്കുന്നതിന് പകരം നമുക്കത് നൽകാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കുക. വസ്അലുല്ലാഹ മിൻ ഫദ്ലി, നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹുവോട് ചോദിക്കുക. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് വേണ്ടി താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ മുഅ്മിനാവുകയില്ല. അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി അതാണ്. എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതെൻ്റെ സഹോദരനും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക. അതിനുള്ള സൗകര്യങ്ങളും ഒത്താശകളും നമ്മൾ ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും അസൂയയിൽ നിന്ന് മുക്തരാകാൻ സാധിക്കും. ഒരിക്കലൊരു സ്വഹാബി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നബി പറഞ്ഞു, ഒരാളിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും, സ്വർഗാവകാശിയാണ്. യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. അങ്ങനെ ഒരാൾ വന്നു. 3 ദിവസം അദ്ദേഹം വന്നു. ആ സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, ഒരാളിപ്പോൾ വരും, എല്ലാ ദിവസവും വന്ന ഒരേ ആളാണ്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ പോയി. അദ്ദേഹത്തിന്റെ കൂടെ 3 ദിവസം താമസിച്ചു. അദ്ദേഹം എന്തൊക്കെ ചെയ്തു, എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗാവകാശിയാണ്? പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, സുന്നത്തെടുക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതായി തോന്നിയില്ല. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു,
നിങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി, നിങ്ങളിൽ എന്താണ് കൂടുതലുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല. മാ ഹുവ ഇല്ലാ മാ റഅയ്ത ഗൈറ അൻ, നീ കണ്ടത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഗൈറ അന്നി, പക്ഷേ ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശ, മുസ്ലിമായ ഒരു സഹോദരനെ ഞാൻ ചതിക്കാറില്ല. എൻ്റെ മനസ്സിൽ ഒരാളോട് ചതിയില്ല. വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ, ഒരാൾക്ക് അല്ലാഹു ഒരു ഖൈർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ അസൂയപ്പെടാറില്ല. ഒരാളെയും ഞാൻ ചതിക്കാറില്ല, വഞ്ചിക്കാറില്ല. ഒരാൾക്ക് അള്ളാഹു കൊടുത്ത നിയമത്തിൽ അയാളോട് ഞാൻ അസൂയ വെക്കാറുമില്ല. ഇത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആ കാര്യം തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയത് എന്നുള്ളതും നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു റിസാലത്ത് കൊടുത്തു, ഖുർആൻ കൊടുത്തു. അതിന്റെ പേരിൽ അസൂയയോടുകൂടി അവർ നബിയെ നോക്കും. ഖുർആൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? വയ്യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം, കാഫിറുകൾ അവരുടെ കണ്ണുകൊണ്ട് നബിയെ തള്ളിയിടും, വീഴ്ത്തും. അസൂയ കാരണം കണ്ണേറ് തട്ടി നബി വീണുപോകുന്ന സാഹചര്യം വരെ അവർ ഉണ്ടാക്കി തീർക്കും. എപ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഖുർആൻ നൽകിയതിനെ സംബന്ധിച്ച് കാഫിറുകളുടെ ദുഷ്ടലക്ഷണമായി അസൂയയെ ഖുർആൻ എടുത്തു പറഞ്ഞ സൂറത്തുൽ ഖലമിലെ 51-ാമത്തെ ആയത്തിൽ കാണാം. ഇബ്നു കസീർ പറഞ്ഞു, അവർ അസൂയ കാണിച്ച് അവരിൽ നിന്ന് കണ്ണേറ് വരുന്നതിനെ സംബന്ധിച്ചാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത് എന്ന്. അസൂയക്കാരന്റെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഫലഖും നാസും. അതുവരെ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. ഫലഖും നാസും അവതരിപ്പിച്ചതിന് ശേഷം നബി പിന്നീട് അത് പതിവാക്കി. എല്ലാ നിസ്കാരം കഴിഞ്ഞാലും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് നബി ചൊല്ലാതിരിക്കില്ല. രാവിലത്തെ ദിക്റുകളിൽ, വൈകുന്നേരത്തെ ദിക്റുകളിൽ, രാത്രി കിടന്നുറങ്ങാൻ നേരത്ത്, ഇവിടെയൊക്കെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിന്റെ കൂട്ടത്തിൽ മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയ വെച്ചാലുള്ള ശർറിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന കാണാം. അപ്പൊ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും മികച്ച പ്രാർത്ഥന അത് അബിദത്തൈനിയാണ് എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാഹുവേ, അസൂയയുടെ തരിപ്പ് പോലുമില്ലാതെ ശുദ്ധമായ ഹൃദയങ്ങളുമായി മരണം വരെ കഴിച്ചുകൂട്ടാൻ ഈമാനിന്റെയും തൗഹീദിന്റെയും പേരിൽ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ നാനാദിക്കുകളിൽ വേദനിക്കുകയും ശത്രുക്കളുടെ കിരാതമായ മർദ്ദനങ്ങൾക്ക് വിധേയരാവുകയും ചെയ്യുന്ന സഹോദരങ്ങൾക്കെല്ലാം നീ അതിൽ നിന്ന് ആശ്വാസവും തുറവിയും നൽകണമേ. ശത്രുക്കൾക്ക് നീ അർഹിക്കുന്ന അപമാനവും ശാപവും ദുനിയാവിലും പരലോകത്തിലും അവർക്ക് നിന്ദ്യതയും നീ നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട തൗഹീദുള്ള രക്ഷിതാക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. രോഗികൾക്ക് നീ പൂർണ്ണമായ ശിഫ നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. وصلى الله على من لا نبي بعده.